إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവനെ ഭയക്കുന്ന മുറപ്രകാരം ഭയന്നുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ദിനരാത്രങ്ങളായ വിശുദ്ധ റമദാൻ നമ്മോട് വളരെ അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സുന്നത്താണ് വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താറു മാ കാന ലഹുമുൽ ഖീറ സുബ്ഹാനല്ലാഹി വ തആല അമ്മാ യുശ്രികൂൻ. നിന്റെ റബ്ബ് താൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അവർക്ക് തെരഞ്ഞെടുക്കുവാൻ യാതൊരു അധികാരവുമോ അവകാശവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ പരിശുദ്ധനാണ്. അവർ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് അവൻ എത്രയോ ഉന്നതനും അതീതനുമായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പടക്കുക, താൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ ഒരു സുന്നത്താണ്. അല്ലാഹു സ്ഥലങ്ങളെയും കാലങ്ങളെയും വ്യക്തികളെയും കർമ്മങ്ങളെയും തെരഞ്ഞെടുത്തത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക എന്നത് അവൻ്റെ ഒരു നടപടിക്രമമാണ്. ഇപ്പൊ കാലങ്ങളിൽ ചില കാലങ്ങളെ, അതിൽ റമദാൻ മാസം വിശിഷ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്തൊരു മാസമാണ്. എങ്ങനെയാണ് ഇതര മാസങ്ങളിൽ നിന്ന് ഭിന്നമായി പല പുണ്യങ്ങളും ആ പുണ്യങ്ങൾക്ക് പ്രതിഫലമൊക്കെ ഇരട്ടിപ്പിക്കുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനെ തിരഞ്ഞെടുത്തത്? അതിനുള്ള പ്രത്യേകത എന്താണ്? ആ പ്രത്യേകത തന്നെയാണ് ആ മാസത്തെ മഹത്വപ്പെടുത്തുന്നത്. ഇപ്പൊ റമദാന്റെ തലേന്ന് വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. യാ ബാഗിൽ ഖൈരി അഖ്ബിൽ വയാ ബാഗി ശർരി അക്സിർ. ഈ നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ വരൂ വരൂ, മുന്നോട്ട് വരൂ, മുന്നോട്ട് വരൂ. ഈ തിന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ നീ മതിയാക്ക്, വെറുത്ത് ചുരുക്ക്, ഒന്ന് ഒഴിവാക്ക് എന്ന് റമദാന്റെ തലേന്ന് നാൾ വിളിച്ചു പറയുന്ന ആൾ വിളിച്ചു പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹോദരന്മാരെ, അത് അല്ലാഹുവിന്റെ ഒരു നടപടിക്രമമാണ്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് അമ്പിയാക്കളിൽ നിന്ന് 5 ഉലുൽ അസ്മിൽപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തു. 5 ഉലുൽ അസ്മിൽ നിന്ന് 2 ഖലീലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തിരഞ്ഞെടുത്തു. ആ 2 ഖലീലുകളിൽ നിന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമാക്കി തിരഞ്ഞെടുത്തു. ഇപ്പൊ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ് മസ്ജിദുകൾ. ആ മസ്ജിദുകളിൽ 3 മസ്ജിദുകൾ പ്രത്യേകമാക്കി. അതിൽ തന്നെ കഅബക്ക്, മക്കക്ക്, മസ്ജിദുൽ ഹറമിന് പ്രത്യേകമായ പരിഗണന അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു.
ഇപ്പൊ വിശുദ്ധ ഖുർആൻ ഒക്കെയും അള്ളാഹുവിന്റെ കലാമാണ്, അവന്റെ സിഫത്താണ്. എങ്കിൽ തന്നെയും അതിൽ ആയത്തുകളും ഒക്കെയും എങ്ങനെയാണ്, അത് ഒരുപോലെയല്ല. ഇപ്പൊ ആയത്തുൽ കുർസിന് മറ്റുള്ള ആയാത്തുകളെക്കാളും മഹത്വമുണ്ട്. ഇപ്പൊ സൂറത്തുകളിൽ 114 സൂറത്തുണ്ട്. പക്ഷേ 114 സൂറത്തുകളിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക്, സൂറത്തുൽ ഇഖ്ലാസിന് അതിലേക്കും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. അപ്പൊ എല്ലാം അള്ളാഹുവിന്റെ കലാമാണ്, എല്ലാം അള്ളാഹുവിന്റെ ആയാത്തുകളാണ്, എല്ലാം അള്ളാഹുവിന്റെ സിഫത്തുകളാണ്. എങ്കിലും ചിലതിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖ സ്സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ മാസങ്ങളെ 12 ആക്കിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ 4 മാസങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിച്ചു. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങളിൽ അള്ളാഹു റമദാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഈ 4 മാസങ്ങളെക്കാൾ പ്രത്യേകമായ ചിലത് റമദാനുണ്ട്. ഈ 4 മാസങ്ങളിൽ യുദ്ധം പാടില്ല. എന്നാൽ റമദാനിൽ അനുവദനീയമാണെങ്കിൽ അതിന്റെ സാഹചര്യം ഒത്താൽ യുദ്ധം ചെയ്യാം. ഈ 4 മാസങ്ങളിൽ ഹറാമാക്കപ്പെട്ട ചില സംഗതികളെ ഇവിടെ ഹലാലാക്കി, ഈ 4 മാസങ്ങളിൽ ഹലാലാക്കപ്പെട്ട സംഗതികളെ ഇവിടെ ഹറാമാക്കി. എന്ന് പറഞ്ഞാൽ റമദാനെ മാസത്തെ മറ്റു രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത കൽപ്പിച്ചു. നമുക്കത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് എപ്പോഴാണ്? ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയത് റമദാൻ മാസത്തിലാണ്. സൂറത്തുൽ ഹദീദിൽ കാണാം, ദുഖാനിൽ കാണാം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രിയിലാണ് നാം ഖുർആനെ ഇറക്കിയത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആനെ നാം ഇറക്കിയത്. 3 തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. അതെങ്ങനെ യോജിക്കുക? റമദാൻ മാസത്തിലെ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയായ ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആനെ ഇറക്കിയത് എന്ന് പറഞ്ഞാൽ ഖദ്റിന്റെ രാത്രി, അനുഗ്രഹീതമായ രാത്രി, അതിലാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അതായത് പകലിൽ ഖുർആൻ അവതരിപ്പിച്ചില്ല, ഖുർആൻ അവതരിപ്പിച്ചത് രാത്രിയിലാണ്. എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഖുർആനെ വിശേഷിപ്പിച്ചത് നൂറ് എന്നാണ്. നൂറ് എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശം നമുക്ക് അനിവാര്യമാക്കുന്നത് അത് ഇരുട്ടത്താണ്. അപ്പൊ ഖുർആൻ ഇറക്കപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് ഇരുണ്ട യുഗത്തിലാണ്, ഡാർക്ക് ഏജിലാണ്. അതല്ല, സമൂഹത്തിൽ എന്തൊക്കെ അന്ധകാരമുണ്ടോ, ഇരുട്ടുണ്ടോ, വഴികേടുണ്ടോ, ആ വഴികേടുകളിൽ നിന്നും, ഇരുട്ടിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്കും പ്രകാശത്തിലേക്കും നേർവഴിയിലേക്കും നയിക്കുന്ന ആ നൂർ, അത് ഇറക്കപ്പെട്ട മാസം അതേതാണ്? അത് രാത്രിയിലാണ്. കാരണം എന്തേ? ആ രാത്രിയിൽ പ്രകാശപൂരിതമാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇറക്കിയത് എന്നാണ്. അപ്പൊ ഖുർആൻ റമദാൻ മാസത്തിലെ രാത്രിയാണ് ഇറക്കിയത്. ആ അവതരണം ഏത് രീതിയിലായിരുന്നോ? അത് പൂർണ്ണമായി ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ 1ാം ആകാശത്തേക്ക് ബൈത്തുൽ ഇസ്സയിലേക്കാണോ? അത് അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ്. സഹാബികാലം മുതലേ, താബികാലം മുതലേ ഇന്നും വ്യക്തമായ ഒരു അഭിപ്രായമില്ലാത്ത, അന്നേ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ്. ഏതായാലും റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ അനൈക്യവുമില്ല. കാരണം അത് ഖുർആന്റെ നസ്സാണ്. എനിക്ക് ഖുർആൻ മാത്രമല്ല, എല്ലാ വേദഗ്രന്ഥങ്ങളും അറിയപ്പെട്ട എല്ലാ വേദഗ്രന്ഥങ്ങളും ഇറക്കപ്പെട്ടതും റമദാൻ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസിലത്ത് സുഹഫ് ഇബ്രാഹിം അലൈഹിസ്സലാം ഫീ അവ്വലി ലൈലത്തി മിൻ റമദാൻ. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുഹഫ് 7 അവതരിപ്പിക്കപ്പെട്ടത് റമദാനിലെ 1ാമത്തെ രാത്രിയിലാണ്. വ ഉൻസിലത്ത് തൗറാത്തു ലി സിത്തി മലൈന മിൻ റമദാൻ. റമദാനിലെ ആദ്യ രാത്രി 6 രാത്രി കഴിഞ്ഞതിന് ശേഷമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് ഇറക്കപ്പെട്ടത്. ഇഞ്ചീലിനെ അവതരിപ്പിച്ചു കൊടുത്തത് റമദാനിലെ 13 രാത്രികൾ കഴിഞ്ഞിട്ടാണ്. വിശുദ്ധ ഖുർആൻ റമദാനിലെ 24 രാത്രികൾ കഴിഞ്ഞിട്ടാണ് അവതരിപ്പിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഖുർആൻ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളൊക്കെയും അതൊക്കെ അവതരിപ്പിച്ചത് റമദാൻ മാസത്തിലാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നിന്ന് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ റമദാനിലുള്ള മഹത്വം എത്ര മാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം, ഇസ്ലാമിൻ്റെ ഒരു സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ചില സംഗതികൾ ഉണ്ടാവും.
എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടാകുക? അത് താൽക്കാലികമായൊരു വിലക്കായിരിക്കും. അത് പരലോകത്ത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്ന ഹലാലായ സംഗതികളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ദുനിയാവിലെ വിലക്കുകളായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ. തീർച്ചയായും മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും അമ്പുകളും മേച്ചവൃത്തികളിൽപ്പെട്ടതാണ്. അതൊക്കെ ശൈത്താന്റെ വൃത്തികേടുകളിൽപ്പെട്ടതാണ്, മേച്ചവൃത്തികളിൽപ്പെട്ടതാണ്. ഫജ്തനിബൂഹു, നിങ്ങളത് ഒഴിവാക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. അപ്പൊ മദ്യം ഒഴിവാക്കണം എന്ന് നമ്മോട് കൽപ്പിക്കപ്പെട്ട അടിസ്ഥാനപരമായ സംഗതിയാണ്. എന്നാൽ സൂറത്ത് മുഹമ്മദിൽ സ്വർഗത്തെ പറ്റി പരിചയപ്പെടുത്തിയെടുത്ത് 4 നദികളെ പറ്റി പറയുന്നിടത്ത് ഒരു നദിയെ പറ്റി പറഞ്ഞത് എന്താണ്? മസലുൽ ജന്നത്തിലെത്തി വഇദൽ മുത്തഖൂൻ, തഖ്വയുള്ളവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന സംഗതിയുടെ ഉദാഹരണം ഫീഹാ അൻഹാറു മിൻ മാഇൻ ഗൈരി ആസിനിൻ, പകർച്ച വരാത്ത വെള്ളത്തിന്റെ അരുവികൾ അവിടെയുണ്ട്, നദിയുണ്ട്. വ അൻഹാറു മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, രുചിഭേദം വരാത്ത പാലിന്റെ അരുവി എവിടെയുണ്ട്. വ അൻഹാറു മിൻ ഖംറിൻ ലസ്സത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആസ്വാദ്യകരമായ മദ്യത്തിന്റെ അരുവികളും അവിടെയുണ്ട്. വ അൻഹാറു മിൻ അസലിൻ മുസഫ, ശുദ്ധീകരിക്കപ്പെട്ട തേനിന്റെ അരുവിയും അവിടെയുണ്ട്. അപ്പൊ തേനിന്റെ അരുവിയുണ്ട്, മദ്യത്തിന്റെ അരുവിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ലഭ്യമായ മദ്യം പോലെ ലഹരി ഉണ്ടാക്കുന്ന മദ്യമല്ല, പക്ഷെ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കി വെക്കപ്പെട്ട മദ്യം അവിടെ ഉണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഗതി അറിയാം, മൻ ശരിബൽ ഖംറ ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ചിട്ട് ആരെങ്കിലും മദ്യം ആസ്വദിച്ചാൽ സുമ്മലം യത്ബു മിൻഹാ ഹുരിമഹാ ഫിൽ ആഖിറ, അവന് പരലോകത്ത് വെച്ച് അത് തടയപ്പെടുമെന്നാണ്. ദുനിയാവിൽ വെച്ചിട്ട് ആരെങ്കിലും മദ്യം ആസ്വദിച്ചാൽ പരലോകത്ത് അത് തടയപ്പെടും. അപ്പൊ ഇവിടെ ഇതുപോലെ ദുനിയാവിൽ താൽക്കാലികമായി ചില ഭക്ഷണപാനീയം നമ്മൾ ചില സമയങ്ങളിൽ ഉപേക്ഷിച്ചാൽ എന്തിനു വേണ്ടി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, രുചിച്ചിട്ടില്ലാത്ത, ആസ്വദിച്ചിട്ടില്ലാത്ത അതുപോലെയുള്ള ആസ്വാദികമായ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ താൽക്കാലികമായ വസ്തുക്കൾ നമ്മൾ ഉപേക്ഷിച്ചിട്ടേ മതിയാവുകയുള്ളൂ. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഇതാണ്. കാരണം ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നത് അവൻ നമുക്ക് എളുപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നോവുമായി പറഞ്ഞെടുത്ത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസമുണ്ടാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ യാത്രക്കാർ, രോഗികൾ, സ്ത്രീകൾ, അവർക്ക് ചില സന്ദർഭങ്ങളിൽ ഇവർക്കൊക്കെ നോമ്പിൽ ഇളവുണ്ട്. അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണപാനീയങ്ങൾ നിർബന്ധപൂർവ്വം ഒഴിവാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. ഇനി നമ്മളാകട്ടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയാൽ മതി, ഒരു 24 മണിക്കൂർ ഒഴിവാക്കണം എന്ന് പറഞ്ഞില്ല. ഇപ്പൊ നോമ്പ് നിർബന്ധമായ ആദ്യ കാലഘട്ടങ്ങളിൽ ചില റിവായത്തുകളിൽ കാണാം, ഇശാ നിസ്കാരത്തിന് ശേഷം മുതൽ പിറ്റേന്നുള്ള മഗ്‌രിബ് വരെയായിരുന്നു നോമ്പെന്നാണ്. ഒരു സഹാബി നോമ്പ് മുറിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മഗ്‌രിബിന്റെ സമയത്ത് വീട്ടിലേക്ക് വന്നു. ഭാര്യയോട് ചോദിച്ചാൽ എനിക്ക് വെള്ളം തരണം. ഭാര്യ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല കഴിക്കാൻ വേണ്ടിയിട്ട്, അപ്പുറത്തെ വീട്ടിൽ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. തൊട്ടടുത്ത വീട്ടിലേക്ക് പോയി വരുമ്പോഴേക്ക് ഈ വന്ന സഹാബി ഉറങ്ങിപ്പോയിരുന്നു. അപ്പൊ അന്നത്തെ നിയമം എന്താ? ഉറങ്ങിയ ആളെ വിളിച്ചുണർത്താൻ വേണ്ടി പറ്റുകയില്ല. നോമ്പ് കാരണമായിട്ട് ഒരാൾ ഉറങ്ങിപ്പോയാൽ അയാളെ വിളിച്ചുണർത്താൻ വേണ്ടി പറ്റുകയില്ല. അപ്പൊ ഈ സഹാബി ഉണർന്നതാകട്ടെ ഇശായുടെ സമയത്തോടനുബന്ധിച്ചിട്ടാണ്. മറ്റേ 2ാമത്തെ നോമ്പിലേക്ക് പ്രവേശിച്ചു. തലേന്ന് നോറ്റ നോമ്പാണ്, ഇശാക്ക് ശേഷം നോറ്റ നോമ്പാണ്. ആകെ ഇടവേള മഗ്‌രിബ് മുതൽ ഇശാ വരെയുള്ള ഇടവേള മാത്രമാണ്. ആ ഇശാ സമയത്ത് മഗ്‌രിബിന് ശേഷം അദ്ദേഹം ഉറങ്ങിപ്പോയി. അദ്ദേഹത്തിന് ഭക്ഷിക്കാൻ വേണ്ടി പറ്റിയില്ല. പിറ്റേന്ന് അദ്ദേഹം പാടത്ത് ബോധരഹിതനായി നിലംപതിച്ചു. അപ്പൊ അന്ന് അങ്ങനെയാണ് ഹുക്കുമുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വളരെ എളുപ്പമാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, പ്രയാസമുണ്ടാക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ദുനിയാവിൽ നമ്മൾ സഹിക്കുന്ന ഏതെങ്കിലും വിഷമം അത് ദീനിന്റെ പരമായ, അത് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അതിവിശിഷ്ടമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന ആത്യന്തികമായ അറിവ് നമ്മൾ ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, നോമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിലേക്ക് പ്രവേശിപ്പിച്ചതിൻ്റെ അടിസ്ഥാനപരമായ തത്വം അത് നമ്മൾ പലപ്പോഴും കേട്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ,
കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമായതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തെക്കുവയുള്ളവരായി തീരാൻ വേണ്ടി. ഈ തെക്കുവ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അത് കേവലം ഒരു വേഷത്തിലാണോ, അല്ലെങ്കിൽ ഒരു ഭൂഷമായ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു അടിയാളത്തിലാണോ? ആ അടിയാളത്തിലൊക്കെ തെക്കുവയുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ അങ്ങനെയുള്ള ഒരു സംഗതിയിൽ മാത്രം ഒതുക്കപ്പെട്ടതാണോ തെക്കുവ? അല്ല. അതിനെപ്പറ്റി നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, യാ റസൂലല്ലാഹ് മൻ അക്രമുക്കുൻ നാസ്, നിങ്ങളുടെ കൂട്ടത്തിൽ, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ആദരണീയനായ ആളാരാണ്? അപ്പൊ പറഞ്ഞു അത്ഖാഹും, അവരിൽ ഏറ്റവും തെക്കുവയുള്ള ആളാണ്, ഏറ്റവും തെക്കുവയുള്ളവരാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ തെക്കുവയുള്ളവരാണ്. സഹോദരന്മാരെ, സ്വർഗ്ഗം ആർക്കാണ്? എല്ലാവർക്കും സ്വർഗം ഇതാ ഒരുക്കി വെച്ചിരിക്കുന്നു, തുറന്നു വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ആകാശഭൂമിയോളം വിശാലമായ സ്വർഗസ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ കുതിച്ചോടുക, അത് ശീഘ്രം മുന്നേടുക. അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? അത് തെക്കുവ പാലിച്ചവർക്ക് സജ്ജീകരിച്ച സങ്കേതമാണ്. അപ്പൊ തെക്കുവയുള്ളവർക്കാണ് സ്വർഗം. അതുപോലെ തന്നെ കർമ്മങ്ങൾ ആരിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക? എല്ലാവരിൽ നിന്നും സ്വീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരുടെയും ഉംറ സ്വീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തെക്കുവയുള്ളവരിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുള്ളൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ആരാണ്? വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ തെക്കുവ പാലിക്കണം. വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, തെക്കുവയുള്ളവരുടെ കൂടെ അല്ലാഹുണ്ട്, തെക്കുവയുള്ളവരുടെ കൂടെ അല്ലാഹുണ്ട്. സഹോദരന്മാർ, അങ്ങനെ തെക്കുവ പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആനിൽ നിരവധി തവണ നമ്മളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ തെക്കുവ പാലിക്കണം കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ നിങ്ങൾ തെക്കുവ പാലിക്കണം കേട്ടോ, പാലിക്കുന്ന മുറപ്രകാരം പാലിക്കണം കേട്ടോ, നിങ്ങളിൽ ഒരാളും മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടയാക്കരുത് കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, വിശ്വാസികളെ നിങ്ങൾ തെക്കുവ പാലിക്കണം കേട്ടോ, നിങ്ങൾ സത്യം പറയണം കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, വിശ്വാസികളെ നിങ്ങൾ തെക്കുവ പാലിക്കണം കേട്ടോ, നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ഞാനും നിങ്ങളും ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് എപ്പോഴും ഉറ്റാലോചിക്കണം കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹി വസീല, വിശ്വാസികളെ തെക്കുവ പാലിക്കണം കേട്ടോ, അള്ളാഹുവിനെക്കുള്ള സമീപന മാർഗം തേടിക്കൊള്ളണം കേട്ടോ. എത്ര സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മളോട് തെക്കുവ പാലിക്കാൻ. കാരണം എന്തേ? തെക്കുവയുള്ളവർക്കാണ് സ്വർഗം, തെക്കുവയുള്ളവരെന്നാണ് കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്, തെക്കുവയുള്ളവരാണ് അള്ളാഹുവിന്റെ കൂടെയുള്ളത്, തെക്കുവയുള്ളവരാണ് അള്ളാഹുവിന് ഏറ്റവും ആദരണീയവരായവർ. അവരെയാണ് അള്ളാഹു വിളിച്ചത് അള്ളാഹുവിന്റെ വലിയെന്ന്. പഠിക്കേണ്ട വിഷയമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുണ്ടല്ലോ, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയക്കുന്നവരല്ല, അവർ പേടിക്കുന്നവരല്ല, അവർ ദുഃഖിക്കുന്നവരല്ല. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന ആമനൂ, അവർ വിശ്വസിച്ചവരാണ്, വകാനൂ യത്തഖൂൻ, അവർ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണ്. അപ്പൊ വിശ്വാസമുണ്ട്, തൗഹീദുണ്ട്, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവനെ അല്ലാഹു വിളിച്ചു, അവൻ വലിയാണ്, അവർ ഔലിയാക്കന്മാരാണ്. അങ്ങനെ വലികളാകാൻ, ഔലിയാക്കന്മാരാക്കാൻ വേണ്ടി നമ്മളിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടൊരു മാസമാണ് ശഹ്റു റമദാൻ. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി.
അപ്പൊ തെക്കുവ എന്ന് പറഞ്ഞാൽ എന്താണ്? റമദാൻ മാസം എങ്ങനെയാണ് നമ്മളിൽ തെക്കുവ ഉണ്ടാക്കുന്നത്? സഹോദരന്മാരെ, വളരെ എളുപ്പമുള്ള സംഗതിയാണ്. ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ട്, ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. നമ്മൾ റൂമിലാണുള്ളത്, ആരും നമ്മളെ കാണാനില്ല. പക്ഷെ നമ്മൾ നോമ്പുകാരനാണ്. നമ്മൾ ആ ഗ്ലാസ് വെള്ളം പോലും കുടിക്കുന്നില്ല, ആരുമില്ല. ഒരു ചോക്ലേറ്റ് ഉണ്ട് നമ്മളെ ടേബിളിന്റെ മുകളിൽ, ആരുമില്ല, വീട്ടിൽ ഭാര്യയില്ല, മക്കളില്ല. നമ്മൾ ഒന്നെടുത്ത് തിന്നുന്നില്ല. നമ്മൾ ദാഹം ഒന്ന് വിളിക്കുന്നു, ഒന്ന് അല്പം മറക്കിക്കളിയാം, അല്ലാത്ത ക്ഷീണമുണ്ട്. നമ്മൾ മനഃപൂർവ്വം അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒന്നുപിടുക്കും പോലും വായിൽ വെള്ളം കുപ്പിക്കുന്ന സമയത്ത് പോലും വെള്ളം ഇറക്കുന്നില്ല. കഫം വന്നാൽ ഭയാണ്, അതങ്ങനെ കാർക്കിച്ച് തുപ്പിക്കളിയുന്നു. അത് വേറെ ഹുക്കുമാണ്. പക്ഷെ അത്രമാത്രം സൂക്ഷ്മത നമ്മൾ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു മനഃപൂർവ്വം, അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. ഞാനും നിങ്ങൾ ചെയ്തു പോയാൽ അത് അള്ളാഹു എന്നെ പിടിക്കും. എന്റെ നോമ്പ് മുറിഞ്ഞത് ചിലപ്പോൾ ഭാര്യ അറിയില്ല, മക്കൾ അറിയില്ല, കൂട്ടുകാരൻ അറിയില്ല, പക്ഷെ അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. ഈ ബോധമാണ് തെക്കുവ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ഭയന്ന് കൊണ്ടുള്ള ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ സകല രീതിയിലുള്ള ഹറാമുകളെ ഉപേക്ഷിച്ചു കൊണ്ടുള്ള ജീവിതം, അത് ഹറാമാണ്. നോമ്പിന്റെ സമയത്ത് നമ്മൾ നോമ്പ് നോറ്റുകൊണ്ട് ഒരു ഇറക്ക് വെള്ളം നമ്മൾ മനഃപൂർവ്വം കുടിക്കാൻ വേണ്ടി പാടുള്ളതല്ല, നമുക്കത് ഹറാമാണ്. എങ്കിൽ സകല രൂപത്തിലുള്ള ഹറാമുകളെയും വെടിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പിടിക്കാൻ വേണ്ടിയുള്ള പരിശീലനക്കളരിയാണ് നമ്മളിലേക്ക് പ്രവേശിക്കപ്പെട്ട റമദാൻ എന്ന് പറയുന്നത്. അത് ചില്ലറ വിഷയമല്ല. അതുകൊണ്ടാണ് ഇബ്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൈസത്ത് തഖ്വല്ലാഹി ബി സിയാമിൻ നഹാർ. തെക്കുവ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പകലുള്ളൊരു നോമ്പല്ല. വലാ ബിഖിയാമിൽ ലൈൽ, അത് കേവലം രാത്രി നിസ്കാരമല്ല. വതഖ്ലീദ് ഫീമാ ബൈന ദാലിക്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിക്കുന്ന ക്രിയകളല്ല. വലാകിന്ന തഖ്വല്ലാഹ് തറക്കു മാ ഹറമല്ലാഹ്, അള്ളാഹു എന്താണ് ഹറാമാക്കിയത് അത് പരിപൂർണമായി ഉപേക്ഷിക്കുക. അതെന്റെ ജീവിതത്തിലില്ല, ഏറ്റവും സെറ്റ് ഞാൻ അതിലേക്ക് പോകുകയില്ല. അള്ളാഹു എന്നോട് എന്താണ് നിർബന്ധമായ കാര്യങ്ങൾ കൽപ്പിച്ചത് അത് ഞാനത് നിർവഹിക്കാം. അതാണ്. ഇപ്പൊ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാരക്ക തിന്നു. സുഹൃത്തുക്കളെ, ഒരു കാരക്ക തിന്നു, ഒരു ഈത്തപ്പഴം തിന്നു, ഒരു സാധനം തിന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ എന്താണ് ഇങ്ങനെ ബേജാറായിട്ട് നടക്കുന്നത്? അപ്പൊ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സകാത്തിന്റെ ഇനത്തിൽപ്പെട്ട കാരക്ക നിനക്കറിയാലോ അവിടെയുണ്ട്, അതിങ്ങനെ കൂനമായിട്ട് കാണുന്നുണ്ടല്ലോ നീ. ഞാൻ തിന്ന കാരക്ക അതിൽ പെട്ടതാകുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്നിട്ടില്ല, സകാത്തിന്റെ കാരക്കയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്നത്. പക്ഷെ ആ തിന്നത് അതിൽ പെട്ടതാകുമോ, എൻ്റെ വീട്ടിലുള്ള സകാത്തിന്റെ കാരക്കയുടെ ഇനത്തിൽ പെട്ടതാകുമോ എന്നുള്ള ഭയം, ആ ഭയം പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സഹോദരന്മാർ, തെക്കുവയുടെ അങ്ങേയറ്റമാണത്. അതുകൊണ്ട് തന്നെ റമദാൻ മാസം നമ്മളിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു ചടങ്ങായി കൊള്ളാതെ എങ്ങനെയാണോ റമദാനിന്റെ ഗൗരവം നമ്മൾ ഏറ്റെടുക്കുന്നത് അത് നമ്മുടെ തുടർ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് സമ്പൂർണ്ണമായി വിജയമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമ്മളിപ്പോൾ തെക്കുവയെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ എന്തിനാണ് നമ്മൾ നോമ്പ് നിൽക്കുന്ന കാര്യം, അടിസ്ഥാനം എന്താണ് എന്നൊരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. തെക്കുവ നമ്മളിൽ ഉണ്ടാക്കി തീരേണ്ട, പരിവർത്തിച്ചുണ്ടാകേണ്ട ഒരു സംഗതിയാണ്. എന്നാൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട അടിസ്ഥാനപരമായ ചിന്ത എന്തായിരിക്കണം? അപ്പോൾ ഒരിക്കലേ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ വെച്ചിട്ട് ചോദിച്ചു, ഫിത്നയുടെ ഹദീസ്, പരീക്ഷണത്തിന്റെ ഹദീസ് നിങ്ങൾക്ക് ആർക്കാണ് അറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മുറപ്രകാരം ആർക്കാണത് അറിയാൻ ചോദിച്ചു. അപ്പൊ ഹുദൈഫത്ത് യമാൻ പറഞ്ഞു, എനിക്കറിയാം അമീറുൽ മുഅ്മിനീൻ, എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫിത്നത്തു റജുലി ഫീ അഹ്ലിഹി വമാലിഹി വനഫ്സിഹി വവലദിഹി വജാരിഹി. ഒരു മനുഷ്യന് പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഭാര്യനെ കൊണ്ട് പരീക്ഷണം ഉണ്ടാവും, മക്കളെ കൊണ്ട് പരീക്ഷണം ഉണ്ടാവും,
അയൽവാസികളെ കൊണ്ട് പരീക്ഷണം ഉണ്ടാവും, സ്വന്തം ശരീരത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും. എല്ലാ രൂപത്തിലും പരീക്ഷണങ്ങൾ ഒരു മനുഷ്യനെ വിരിഞ്ഞ് മുറുക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ നോമ്പും നിസ്കാരവും സദഖയും അത് പ്രായശ്ചിത്തമാണ്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അതിനുള്ളൊരു പോംവഴിയാണ്, അതിൽ നിന്ന് മുക്തമാകാനുള്ള ഒരു വഴിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലനബുലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. നമ്മളെ ഫിത്ന കൊണ്ട്, നന്മ കൊണ്ട്, തിന്മ കൊണ്ട് നമ്മൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഇപ്പൊ മക്കൾ വളർന്നു വരുമ്പോൾ പേടിയാണ്. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ ഏത് അവസ്ഥയിലാണ് പോകുന്നതെന്ന് അറിയില്ല. മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളുടെ കഥകളുടെ കാര്യമാണ് പത്രമാധ്യമങ്ങളെ നമ്മൾ ഭീതിപ്പെടുത്തുന്നത്. ആരെയാണ് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുക? ഭാര്യയെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? ഇന്നത്തെ കാലത്ത് ഭർത്താവിനെ വിശ്വസിക്കാൻ പറ്റും, മക്കളെ വിശ്വസിക്കാൻ വേണ്ടി പറ്റും. ആരെയാണ് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന ഭയമാണ്. വീട്ടിൻ്റെ ഉള്ളിൽ പോലും നമ്മൾ വളർന്നു വരുന്ന മക്കൾ ഏത് അവസ്ഥയിലാണ് വളർന്നു വരുന്നത്? അപ്പൊ പരീക്ഷണങ്ങൾ നമ്മൾ വരുമ്പോൾ ഈ നോമ്പും നിസ്കാരവും സദഖയും അതിനുള്ള പ്രായശ്ചിത്തമായി മാറും, പരിഹാരമായി മാറുമെന്ന് നമ്മുടെ നിയത്തനുസരിച്ചുള്ള വ്യക്തമായ വ്യക്തത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാർ, ഒരുവിധ നോമ്പ് കഫാറത്തായിട്ടാണ് നമ്മൾ എടുക്കണം, ഒരു പ്രായശ്ചിത്തമാണെന്ന്. ഇപ്പൊ മസ്ജിദ് നബിയിലെ മിമ്പറിൽ കയറുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആമീൻ പറഞ്ഞ സംഭവം നമുക്കൊക്കെ അറിയാം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു ദുആയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. അതിൽ ഒന്ന് വറഗിബാൻ ഫുറജിൽ ദഖല അലി റമളാൻ സുമ്മൻ സലഹ ഖബല യുഗ്ഫർ ലഹു. റമളാൻ ആഗതമാവുകയും എന്നിട്ട് പാപമോചനം കിട്ടാതെ റമളാൻ കഴിഞ്ഞു പോവുകയും ചെയ്തവൻ തുളഞ്ഞു പോകട്ടെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. റമളാൻ വന്നു, അതേ വേഗത്തിൽ റമളാൻ നമ്മളിന്ന് പോയി. ഇപ്പൊ ചിലപ്പോ ഈ കുത്തുബ കുറച്ച് കഴിഞ്ഞാൽ പെരുന്നാളിനെ പറ്റിയ കുത്തുബയായിരിക്കും. ചിന്തിക്കേണ്ട വിഷയം, അത്ര വേഗത്തിൽ റമളാൻ പോകും നമ്മളിന്ന്. അപ്പൊ റമളാൻ നമ്മളിന്ന് നീങ്ങിപ്പോയാൽ നമ്മുടെ പാപമോചനം അതുപോലെ അവിടെ ബാക്കിയായവൻ തൊലഞ്ഞു പോകട്ടെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരവമായ വിഷയമാണ്. ആ ഗൗരവത്തിൽ തന്നെ റമളാനെ നമ്മൾ കണക്കാക്കണമെന്ന് ഉണർത്തുകയാണ്. മറ്റൊന്ന് സഹോദരന്മാരെ, ഈ മാസപ്പിറവിയോടും അനുബന്ധിച്ച് എപ്പോഴും വിവാദങ്ങളായിരിക്കും മുസ്ലിം ഉമ്മത്തിൽ. ഓരോ മാസം വരുമ്പോഴും മാസപ്പിറവി കണ്ടു കണ്ടില്ല, ചില ആൾ മുൻകൂട്ടി പ്രഖ്യാപിക്കും. നഊദുബില്ലാ, വലിയ അപകടകരമാണ് മുൻകൂട്ടി പ്രഖ്യാപിക്കൽ എന്ന് പറഞ്ഞാൽ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമ്മൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചോളൂ. അന്ന് സൗരവർഷമുണ്ട്, അന്ന് ഇംഗ്ലീഷ് മാസം എന്ന് നമ്മൾ പറയുന്ന സൗരവർഷ കണക്കുണ്ട്. ഈ സൗരവർഷം എന്ന് പറഞ്ഞാൽ കണക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള കലണ്ടറാണ്. ഇവിടെ കാണുന്ന ഇംഗ്ലീഷ് മാസ കലണ്ടർ അത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. എന്നാൽ ഹിജ്റ വർഷ കലണ്ടർ അത് കണക്കല്ല, പഠിക്കേണ്ട വിഷയമാണ്. ശരിക്കും ചിന്തിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗരവർഷ കലണ്ടർ സ്വീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് ചന്ദ്രവർഷ കലണ്ടറാണ്. ചന്ദ്രവർഷം എന്ന് പറഞ്ഞാൽ അത് കണക്കല്ല, അത് ദർശനമാണ്, അത് നോട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെയാണ് ഇദാ റഅയ്തുമൂഹു ഫസൂമു, നിങ്ങൾ കണ്ടാ നോമ്പ് നിൽക്കുക. വഇദാ റഅയ്തുമൂ ഫഫ്തിറു, നിങ്ങൾ കണ്ടാൽ നോമ്പ് മുറിക്കുക. എന്നാൽ ശവ്വാലിന്റെ നോമ്പ് മുറിച്ച അവസ്ഥയിലേക്ക് പ്രവേശിക്കുക. ശരിക്കും ശ്രദ്ധിച്ചോ, മേഘം മൂടിയാൽ അലൈക്കും ഫഖ്ദിറു ലഹു, നിങ്ങൾ കണക്കിനെ ആസ്പദമാക്കാം എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രൻ അവിടെയുണ്ട്, ചന്ദ്രൻ അവിടെയുണ്ട്, മേഘം മൂടിയിട്ടുണ്ട്, നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ 30 പൂർത്തിയാക്കാം. അതാണ് കാരണം. 29 നോമ്പ് എന്ന് പറഞ്ഞിട്ട്, മാസം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നു. അശ്ശഹറു ഹക്കദ ഹക്കദ, മാസം ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. 29 മാസം. അപ്പൊ 29 ആയാൽ നിങ്ങൾ എന്ത് ചെയ്യാം? മാസം നോക്കാം. മാസം നോക്കാൻ അവിടെ ചന്ദ്രൻ ഉണ്ടാവും, ചിലപ്പോൾ അത് മൂടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ 30ലേക്ക് പ്രവേശിക്കാം. എത്ര ഹദീസാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഡസൻ കണക്കിന് ഹദീസുകളുണ്ട്. നിങ്ങൾ ചന്ദ്രനെ ദർശിക്കാം, കാണാം എന്ന് പറഞ്ഞാൽ എന്താ? ദർശനം കാണുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിശ്ചയിച്ച സുന്നത്താണ്, അത് നടപടിക്രമമാണ്. അതുകൊണ്ട് തന്നെ സഹാബികൾ ആരും ചന്ദ്രൻ അവിടെ ഉണ്ടാവാം എന്ന് മുൻകൂട്ടി കണക്കാക്കിയിട്ട് അവർ കണക്കിനെ അവലംബിച്ചില്ല, സൗരവർഷത്തെ അവലംബിച്ചില്ല, സൗരവർഷത്തെ അവലംബിച്ചില്ല, സൂര്യവർഷത്തെ അവലംബിച്ചില്ല. മറിച്ച് അവർ ചന്ദ്രവർഷം കണ്ടാൽ എന്ത് ചെയ്യും? അവർ നോമ്പെടുക്കും, കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അവർ 30 പൂർത്തിയാക്കും. ഇതാണ് നമുക്ക് നിശ്ചയിക്കപ്പെട്ട രീതി.
അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് കണക്കിനെ ആസ്പദമാക്കിയ ചില മുഅ്തസില ചിന്താഗതിക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമുള്ള അദ്ദേഹം പറഞ്ഞതായി വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആരെങ്കിലും കണക്കിനെ അവലംബിച്ചാലുണ്ടല്ലോ അവൻ തൊലഞ്ഞു പോകട്ടെ എന്നാണ്. ഇപ്പൊ സെലഫുകളുടെ ആദർശത്തെ പ്രചരിപ്പിക്കുന്നതിൽ ഏറ്റവും മുന്നിട്ട് നിന്ന മഹാനായ പണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അൽ മുഅ്തദിബു അലൽ ഹിസാബി ഫിൽ ഹിലാലി കമാ അന്നഹു ളാലുൻ ഫി ശർഇയ്യ. അതായത് മാസപ്പിറവിൽ കണക്കിനെ അവലംബിച്ചവൻ ശറഇൽ പിഴച്ചവനെ പോലെയാണ്. മുബ്തദിയുൻ ഫിദ്ദീൻ, ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കിയവനാണ്. ദീനിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞ സഹോദരന്മാരെ, നേർച്ചയ്ക്ക് പോകാതിരിക്കുക, കണ്ണോക്ക് ചെയ്യാതിരിക്കുക, ദർഗാചാരം അതിന്റെ പിന്നാലെ പോകാതിരിക്കുക, നിബിധത്തിന് പോകാതിരിക്കുക, ഇതൊന്നല്ല ബിദ്അത്ത്. പുതിയ പുതിയ ചിന്താധാരകൾ ഉണ്ടാകുന്നതും അതെന്താണ്? അത് ബിദ്അത്താണ്. അല്ലാഹുവിന്റെ റസൂലിന് അറിയാത്ത, സഹാബികൾക്ക് അറിയാത്ത പുതിയ പുതിയ നൂതനമായ അഭിപ്രായങ്ങളും ചിന്താധാരയും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ? അതും ബിദ്അത്താണ്. എന്നാണ് അത് ഉണ്ടാക്കുന്നവനും അതുപോലെ തന്നെ അത് കൊണ്ട് നടക്കുന്നവരൊക്കെ എന്താണ്? അത് ദീനിൽ നിന്ന് തെറ്റിയവനാണ്. ഗോളശാസ്ത്ര കാര്യത്തിൽ ആശ്വാസപ്പെടുന്നവൻ മതകാര്യത്തിൽ തെറ്റിയവനാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക. ഇവിടെ എല്ലാ മാസങ്ങളും കൃത്യമായി നോക്കുവാനും അതനുസരിച്ച് മാസം പ്രഖ്യാപിക്കുന്ന രീതിയുണ്ട്. പല പല സംഘങ്ങളും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പ്രത്യേകമായ ചില മാസങ്ങളിൽ മാത്രം നോക്കുക എന്നല്ല. ഇപ്പൊ ഇസ്ലാമിക നിയമപ്രകാരം എന്താണ്? ഹിലാലുമായി ബന്ധപ്പെട്ടിട്ടാണ് ചന്ദ്രമാസങ്ങൾ ഉണ്ടാകുന്നത്. അത് ഒരു മുസ്ലിം സ്ത്രീകൾക്ക് ഇദ്ദകളുടെ സംഗതിയുണ്ട്, അതിന് അയ്യാമൽ ബീദുണ്ട്, 13, 14, 5 ഒക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ ഹിജ്റ മാസത്തെ ആസ്പദമാക്കിയിട്ടാണ് 13, 14, 5 നോമ്പ് നോക്കുക. അതുപോലെ ഇദ്ദന്റെ കണക്കൊക്കെ നോക്കുക. അപ്പൊ എല്ലാ മാസങ്ങളും നോക്കുന്ന രീതികളാണ് പഴയ കാലത്തെ മുസ്ലിം ഉമ്മത്തിൽ ഉള്ളത്. അതാണ് നടപ്പിലായി വരുന്നത്. അപ്പൊ അതിനെ ആസ്പദമാക്കിയുള്ള പ്രഖ്യാപനങ്ങൾ ചെയ്യുക, പ്രത്യേകം മുൻകൂട്ടി ഡേറ്റ് പ്രഖ്യാപിക്കുക, ഇന്ന ദിവസം റമദാനാണെന്ന് പ്രഖ്യാപിക്കുക. ഇതൊക്കെ വിശ്വാസം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ദീനിൽ തശ്വീഷ് ഉണ്ടാക്കാനും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പ്രമാണങ്ങളിൽ മടങ്ങുക. പ്രമാണം എന്ന് പറയുന്നത് ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, സഹാബികളുടെ നടപടിക്രമങ്ങളാണ്, താബികളുടെ നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങളിലേക്ക് മടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റമദാൻ വന്നാൽ അതിനെ ഗൗരവത്തിലെടുക്കുകയും എല്ലാവിധ ഫിത്നകളിൽ നിന്നും അതുപോലെ തന്നെ എല്ലാവിധ ചിത്രകളിൽ നിന്നും മുക്തമായിട്ടുള്ള ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക. എന്തുണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് തൗഹീദില്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. എല്ലാം ഉണ്ട്, കുറച്ച് ബിദഅത്തുണ്ട്, കുറേ സുന്നത്തുണ്ട്, ഒരു കാര്യമില്ല. അത് അല്ലാഹുവിൻ്റെ മുന്നിൽ വിചാരണ ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. നമ്മുടെ ഭാര്യ നല്ല ഭാര്യയാണ്, നല്ല സ്വഭാവമുള്ള ഭാര്യയാണ്, പക്ഷേ അയൽവാസിയായിട്ട് ഒരു ചെറിയ ഇടപാടൊക്കെ ഉണ്ട് എന്ന് ചോദിച്ച് നിർത്തിയാൽ അവൾ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞാൽ നമുക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുകയില്ല. എന്നതിനേക്കാൾ എത്രയോ ഗുരുതരമായ സംഗതിയാണ് അള്ളാഹുവിൻ്റെ ദീനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാത്ത കാര്യങ്ങളെ ഈ മതത്തിൽ കൂട്ടിക്കേർക്കുക, ഈ മതത്തിൽ ഉള്ളതിനെ കുറവാക്കുക, ഒഴിവാക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കലും ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്. അത്തരം വിദഗ്ധകളും അനാചാരങ്ങളൊക്കെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക. അതുപോലെ തന്നെ കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ള അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുക. മാപ്പ് ചോദിക്കേണ്ടവരുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക, മാപ്പ് കൊടുക്കേണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. സംഗീത, സിനിമ, സീരിയല്, മ്യൂസിക് ഇതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, റമളാൻ നമ്മളിലേക്ക് വരികയും നമ്മൾ റമളാനിൽ പ്രവേശിക്കുകയും റമളാൻ നമ്മൾ നീങ്ങിപ്പോവുകയും ചെയ്യുമ്പോൾ അല്ലാഹുവേ, നിനക്ക് ഇഷ്ടപ്പെട്ട ദാസന്മാരാക്കി നമ്മളേവരെയും നീ മാറ്റി തീർക്കണമേ. നമ്മുടെ പാപങ്ങൾ മുഴുവനും നീ മായ്ച്ചു കളയണമേ. കഫാറത്ത് ലഭിക്കപ്പെട്ട നിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരാക്കി നമ്മളേവരെയും നീ മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാ രോഗങ്ങൾ, എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ അല്ലാഹുവേ എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യവും വിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, അത് നമ്മൾ ഇസ്തിഖാമത്ത് കൂടി ജീവിപ്പിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم الحمد لله رب العالمين